ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ ശേവൽക്കുടിയിലെ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ പ്രദേശത്ത് ഒരു വീട് തകർക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾ രാത്രിയിൽ വീടുകൾ പൂട്ടി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട ഗതികേടിലാണുള്ളത്. വനവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മാങ്കുളം ശേവൽക്കുടിയിൽ കാട്ടാനാക്രമണം രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശേവൽക്കുടിയിൽ കാട്ടാന ഒരു വീട് തകർത്തു. നിരവധി കർഷകരുടെ കൃഷിഭൂമി കാട്ടാനകൾ നിലംപരിശാക്കി മാറ്റി. കൊക്കോ, തെങ്ങ്, കമുക്, വാഴ, മരച്ചീനി തുടങ്ങിയ കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. കാട്ടാനകൾ കൃഷിഭൂമിയിലിറങ്ങിയാൽ വിവരം വനംവകുപ്പിനെ അറിയിച്ചാലും വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ കാട്ടാനകളെ പ്രതിരോധിക്കാൻ താൽക്കാലിക വാർഡന്മാരെയും ഇതര ജീവനക്കാരെയും അയക്കുന്നതായി വനംവകുപ്പ് പറയുന്നു. പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ തുരത്തിയാലും ആളുകൾ പിന്തിരിയുന്നതോടെ വീണ്ടും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട്. മേഖലയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് പോലുള്ള ശക്തമായ പ്രതിരോധം തീർക്കണമെന്നാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. 4 ദിവസമായി കാട്ടാനയുടെ കൂട്ടം തന്നെ ഇറങ്ങി നിരവധി കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു. മാങ്കുളം പഞ്ചായത്തിലെ 96 ശേവൽക്കുടി ഭാഗത്ത് അവിടെ ഒരു ഉടമസ്ഥന്റെ ലേബർ ഷെഡ് പൂർണ്ണമായിട്ടും തകർത്തു. ഞങ്ങൾ അവിടെ ആവശ്യപ്പെടുന്ന ഇതാണ്, കർഷകരുടെ സ്ഥലത്തിന് ചുറ്റും ഹാങ്ങിങ് ഫെൻസിംഗ് പോലുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വനംവകുപ്പ് ഇടപെട്ട് നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഫെൻസിങ്ങും കിടങ്ങുകളും തീർത്താൽ കാട്ടാന ശല്യം പ്രതിരോധിക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.